എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ ചിലവർക്കൊക്കെ നാളെ സ്കൂൾ റീഓപ്പൺ ചെയ്യുവാണല്ലോ, June 2nd. എന്റെ തക്കൂട്ടിന് ഇല്ല, തക്കൂട്ടിന് June 4th ആണ്. ഇന്ന് ആ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേ. അപ്പം തക്കൂട്ടിന് June 4th അപ്പം തക്കൂട്ട് ഇനി 4th ഗ്രേഡിലോട്ടാണ്. അതുകൊണ്ട് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് June 4th. അപ്പൊ എല്ലാ തവണത്തെയും പോലെ ഇത്തവണ വളരെ വിപുലമായിട്ടുള്ള ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ 4 days ആയിട്ട് അത് ഫുൾ ചെയ്ത് തീർത്തത്. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് ടെക്സ്റ്റ് വാങ്ങി, പിന്നെ ബാഗ് വാങ്ങി, പിന്നെ ടിഫിൻ ബോക്സ് വാങ്ങി. അപ്പൊ നമ്മൾ എന്തൊക്കെയാ വാങ്ങിയതെന്ന് നോക്കിയാലോ? ഓക്കെ, തക്കോ 1 by 1 എടുക്കോ. ആദ്യം ബാഗ് എടുക്ക്. എല്ലാം ഇവിടെ കൂട്ടത്തോടെ വെച്ചിരിക്കുന്നു. അതെ അതെ, എല്ലാം ബെഡിൽ വെച്ചിരിക്കുകയാണ്. കണ്ടോ, തക്കൂന് പിങ്കി ബാഗ് വാങ്ങി. ജീനിയുടെ ആണ്. അപ്പം ഗേൾസിന് പിങ്ക് ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിങ്ക് തന്നെ വാങ്ങാൻ. പക്ഷെ ചുമ്മാതാണ് കേട്ടോ, ഈ പിങ്ക് ഒക്കെ മിക്കവാറും 2 days കൊണ്ട് ബ്ലാക്ക് ആകും. സ്കൂൾ ബസ്സിലെ എല്ലാവരുടെ സ്റ്റാമ്പിങ്ങും മഴയുടെ ചെളിയും എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെയൊക്കെ തക്കുന്ന ധാരണ കാണും. പക്ഷെ സ്കൂൾ ബസ്സിൽ പിള്ളേരുള്ളപ്പോഴത്തേക്കും അങ്ങനെ മടിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് ആദ്യം നമ്മൾ ഏത് ബാഗ് വാങ്ങിയത്? ജീനിയുടെ പിങ്കി ബാഗാണ് വാങ്ങിയത്. ഇനി നെക്സ്റ്റ് ലഞ്ച് ബാഗ് എടുക്കാം. അങ്ങ് അറ്റത്തോട്ടാണ്. ഇത് യൂണിക്കോണിന്റെ. അത് അടുത്തതും നമ്മളൊരു പിങ്കിന്റെ ഷെയ്ഡുള്ള ഒരു യൂണിക്കോൺ വരുന്ന ലഞ്ച് ബാഗ് വാങ്ങിയത്. തക്കുന്നുണ്ടല്ലോ ഒരുപാട് വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ ഒരു 1 liter 1.5 liter ബോട്ടിലാണ് കൊടുത്തു വിടുന്നത്. അപ്പൊ ഈ നീളമുള്ള ബാഗ് ഉണ്ടെങ്കിൽ അതിരിക്കത്തുള്ളൂ. അങ്ങനെ അടുത്ത് നമ്മുടെ ഒരു പിങ്കി ലഞ്ച് ബാഗ്. ഇനി നെക്സ്റ്റ് ടിഫിൻ ബോക്സ് എടുക്ക്. സ്നാക്കിന്റെ എടുക്ക്. ഓക്കെ. അതെ അതെ, ആദ്യത്തെ വാഷിൽ തന്നെ അതിന്റെ കണ്ണും മൂക്കും വായും ഒക്കെ പോവും. ഇതിന്റെ അകത്തൊരു സ്പോക്ക് കിട്ടിയിട്ടുണ്ട്. സ്പോക്ക് എന്ന് വെച്ചാൽ സ്പൂണും ഫോർക്കും. പിന്നെ അയ്യോ, ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ടിഫിൻ ബോക്സ് യൂഷ്വലി ഞാൻ ഓരോ ഐറ്റംസും പ്ലാസ്റ്റിക്കിന്റെയോ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ ടിഫിൻ ബോക്സ് ആയതുകൊണ്ട് തക്കുന് ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ട്സി എന്ന് പറഞ്ഞോണ്ടും തൽക്കാലത്തേക്ക് സ്റ്റീലിന്റെ വേറെ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്യുന്നതുണ്ട്. ആകെ കൊണ്ടുവന്ന ഒരു ബിസ്ക്കറ്റ് ഒരു കേക്ക് ഒക്കെയാണ്. അപ്പം അത് തന്നെ ധാരാളം. കുറച്ചായിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ അമ്മ? ഇങ്ങനെ എടുക്കുന്നത് കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ ഇവരുടെ സ്നാക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 10 minutes ഒക്കെ ഉള്ളു. അപ്പം 15 minutes ഉണ്ട്. വാഷ്റൂമിൽ പോവുക 15 minutes, ലഞ്ചിനാണ്, സ്നാക്സിന് 10 minutes. അപ്പൊ വാഷ്റൂം പോവുക, തിരിച്ചു വരിക, കഴിക്കുക. അപ്പൊ അത്ര ടൈമേ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ലഞ്ച് ബോക്സ് എടുക്ക്. ലഞ്ച് ബോക്സ് നല്ല വലുതാണ്. ലഞ്ച് ബോക്സ് ഒക്കെ ആക്ച്വലി ഓവർ ദ ഇയേഴ്സിലുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ന്യൂ അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേക്കും എല്ലാം പുതുത് വേണമെന്നാണല്ലോ പിള്ളേരുടെ ഒരു നിയമം. ഇത് ഗുഡ് ഡേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മൈക്രോ സ്റ്റീൽ ആണ്. അതിനകത്ത് റിഫ്ലക്ഷൻ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് വാങ്ങിയതില് ആകെ ഒരു ഐറ്റം മാത്രമേ ബ്ലൂയി ഉള്ളൂ. ബാക്കിയെല്ലാം പിങ്കിയാണ്. സോ ഇതാണ്. ഇതാകുമ്പോഴത്തേക്കും അടയ്ക്കാനും എല്ലാം എളുപ്പമുണ്ട്. ലാസ്റ്റ് ഇയർ ഞാനൊരു ബാർബി ഡോളിന്റെ കണ്ടിഷ്ടപ്പെട്ടിട്ട് 4 side ക്ലിപ്പ് ഉള്ളത് വാങ്ങിയത്. എന്റെ തമ്പുരാനെ, രാവിലത്തെ ബഹളത്തിന് അതിന്റെ ഒരു ക്ലിപ്പിന് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെയാ. എന്താ പറയാ, നമ്മൾ എന്റെ അമ്മായിമ്മേനെ പോലെയൊക്കെ പെരുമാറുന്ന പറയില്ല, അങ്ങനെയാണ് ആ ഒരു ക്ലിപ്പ് എന്നോട് പെരുമാറി. എത്ര ട്രൈ ചെയ്താലും അത് അടയത്തില്ല. പിന്നെ ഞാനും മമ്മി ഇവിടെ കിടന്ന് ഗുസ്തിയാണ് അത് അടയ്ക്കാനായിട്ട്. അങ്ങനെ തന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. അടച്ചിട്ടാണ് തന്നു വിടാറുള്ളത്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയത്തില്ല. കാരണം ഇവിടെ തക്കോട്ടിന് 7:45 സ്കൂൾ ബസ് വരുന്നത്. എന്റെ മോള് റെഡി ആയി തീരുന്ന 7:47. പിന്നെ കുറച്ച് ഒരു 1 minute നടന്നാല് സ്കൂൾ ബസ് സ്റ്റോപ്പ് എത്തും. അതുകൊണ്ട് സീനില്ല. എന്റെ അടുത്തത് എന്തുവാ, ഹില്ലിന്റെ മേലൊന്നും അല്ല. ഇനി ഈ ഇയർ
ഞാൻ സർപ്രൈസിങ് ആയിട്ട് ഈ ഒരുപാട് സർപ്രൈസിങ് തക്ക ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ഒരു സാധനമുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയാലോ? ഇതാണ്. ഉം. ഇത് ഞാൻ പറയാമേ. ആ ഇത് നല്ല സ്പെഷ്യലാണ്. എന്നെ സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കാണിക്കുക. ഇത് എന്താണെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക. ഇത് വാട്ടർ ബോട്ടിലാണ്, പക്ഷെ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന റിലേറ്റഡ് വീഡിയോയിൽ ഞങ്ങൾ ഇടാവേ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, വളരെ അത്യാവശ്യമുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ്. പൊട്ടിച്ചതാണ്. ഓക്കെ, പൊട്ടിച്ചൊന്ന് ട്രയൽ നോക്കിയായിരുന്നു. നിങ്ങൾക്ക് ഇത് എന്തോന്ന് അറിയാം? ഇത് ബുക്ക് റാപ്പ് ആണ്, പക്ഷെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബുക്ക് റാപ്പ്. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. സ്റ്റിക്കർ ടൈപ്പ് ആണ്. മീഷോയിലൊക്കെ അത്യാവശ്യം റണ്ണിങ് ഉള്ള സാധനമാണ്. 3 സൈസ് ഉണ്ട്. 3 സൈസ്, ടോട്ടൽ 30 ഐറ്റംസ് ഉള്ളത്. അപ്പം ഇത് റിമൂവ് ചെയ്തിട്ട് പീല് ചെയ്തിട്ട് ബുക്ക് സ്റ്റിക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ക്ലംസി ആയതുകൊണ്ടാന്ന് അറിയില്ല. നോർമൽ ലൈക് ബുക്ക് റാപ്പ് ആണെങ്കിൽ എനിക്ക് എന്റെ മമ്മി ചെയ്തു തരേണ്ടി വരും. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ജോബ്സിലൊന്നും ഞാൻ അത്രയ്ക്ക് പെർഫെക്ഷൻ ഇല്ല, എനിക്ക് പേഷ്യൻസ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ മമ്മിയുടെ ജോബ് ഈസി ആക്കാനും ഫ്യൂച്ചറിലും ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ സംഭവം വാങ്ങി. പക്ഷെ ഞാൻ അത് ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് വലിയ പെർഫെക്ഷൻ ഒന്നും തോന്നിയില്ല. അവിടെ എന്തുവാണ് സ്റ്റിക്കായും പിന്നെ എയർ കയറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മേ ബി ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. ലാസ്റ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനം. ഷോപ്പീസിന്റെ അംബ്രലയാണ്. നല്ല കളർഫുൾ ആയിട്ട് അകത്തൂടി എന്തോന്നു. അപ്പം ഇത് റെയിൻബോ കളർ അംബ്രലയാണ്. ഓപ്പൺ ചെയ്ത് നോക്കിക്ക്. ഓപ്പൺ ചെയ്തിട്ട് ഇനി എനിക്ക് മടക്കാൻ വയ്യ. അപ്പം ഹൗസിന്റെ അകത്ത് അത് ഓപ്പൺ ചെയ്ത ബാഗ്. അങ്ങനെ ഈ അംബ്രല ആണ് ഡിഫറെന്റ് കളർ, കുറച്ച് കളർഫുൾ ആയിട്ട്. പിന്നെ ഭയങ്കര പ്രിന്റ് ഒക്കെ വരുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കാലം കുട പോലത്തെ ഒക്കെ ഇരിക്കുന്നത്. അത് പിന്നെ സ്കൂൾ ബസ്സിൽ മോളുടെ ക്ലാസ് വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം ബാഗ് ഉണ്ട്. ഇവരുടെ ബുക്സ് ആണെങ്കിൽ പറയണ്ട, CBSE പിള്ളേർക്കുള്ള ബുക്സിന്റെ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ലഞ്ച് ബാഗ് ഉണ്ട്. അതിന്റെ കൂടെ ആ കാലം കുടയും കൂടി ഇതിന് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവള് ഭയങ്കര ക്ലംസിയാ. അപ്പൊ ഇതാകുമ്പത്തേനും കുഴപ്പമില്ല, മീൻസ് അതിനകത്ത് ഉള്ളിലിരുന്നുള്ളൂ. അപ്പം ഏതാണ്ട് ഇത്രയും സാധനങ്ങളും സ്കൂൾ ടെക്സ്റ്റ് ബുക്കും പിന്നെ നോട്ട് ബുക്സും എല്ലാം വാങ്ങിയപ്പോഴത്തേക്കും ഏപ്രിൽ മന്തില് എനിക്ക് കിട്ടിയതിന്റെ ബോണസ് കാലിയായി. പിന്നെ എല്ലാ വർഷവും വരുന്ന ചടങ്ങല്ലേ, നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് എല്ലാം നല്ല സമാധാനത്തിൽ പോയി വാങ്ങി ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇനി എന്തൊക്കെയാ വാങ്ങിക്കാനുള്ള? സ്കൂൾ ഷൂ വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ്, നമ്മുടെ ഹെയർ ബാൻഡ്സും അങ്ങനത്തെയൊക്കെ വാങ്ങിക്കണം. അതൊക്കെ ഇനി നെക്സ്റ്റ് ഒരു ഡേ പോകണം. സ്കൂൾ റീ ഓപ്പണിംഗ് മാറ്റി വെച്ചത് കൊണ്ട് ആശ്വാസമായി, കുറച്ചും കൂടി ടൈം കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് തക്കൂട്ടന്റെ ഈ ഇയറിലെ സ്കൂൾ റീ ഓപ്പണിംഗ്. അപ്പൊ ഇനി തക്കൂന് 4th ഇതെല്ലാം പുതിയ സാധനങ്ങളെല്ലാം എടുത്ത് മഴയൊക്കെ നനഞ്ഞ് സ്കൂളിൽ പോയാൽ മതി. ഐ മീൻസ് മഴ നനഞ്ഞിട്ട്, മഴ കുറച്ചെങ്കിലൊക്കെ നനയുമല്ലോ. കൊടയുണ്ട് എന്നാലും. അപ്പം ഇതൊക്കെയാണ് തക്കൂട്ടന്റെ ഇവിടുത്തെ വിശേഷം. അപ്പൊ നിങ്ങളുടെ വിശേഷം എന്താന്നൊക്കെ കമന്റ് ചെയ്യൂ. എല്ലാ കുട്ടികളും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.